നമസ്കാരം, SV ജേണലിലേക്ക് സ്വാഗതം. അതെ, ഞങ്ങളത് പറഞ്ഞ അങ്ങ് ഇലക്ഷന് മുമ്പല്ലേ, തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഫലം വരുന്നതിന് മുമ്പല്ലേ ഞങ്ങൾ ഈ കാര്യമൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെ പലത് വന്നുകൊണ്ടിരിക്കും. അത് ഇന്ദിരാ ഗ്യാരണ്ടി ആയാലും ശരി, മോഡിഫിക്കേഷൻ ആണെങ്കിലും ശരി, എന്ത് മാങ്ങാണ്ടിയാണെന്ന് പറഞ്ഞാലും പലതും ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമാണ്. ഈ പറഞ്ഞത് വേറെ ആരുമല്ല, ഇപ്പോൾ ഈ പറഞ്ഞത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായ നമ്മുടെ CP ജോൺ സാറാണ്. ജോൺ സാറിന് ഇപ്പോൾ എന്തും പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യം വരികയാണ്. മോഡിഫിക്കേഷൻ്റെ കാര്യം അന്ന് പറഞ്ഞത് മന്ത്രിയോട് ഡിസ്കസ് ചെയ്തിരുന്നു, അതങ്ങ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ കാര്യമല്ലേ എന്നാണ്. അതെ, തെരഞ്ഞെടുപ്പിന് മുമ്പാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെയാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ജനങ്ങളെ പറ്റിക്കുന്ന തരത്തിലുള്ള കുറേ പദ്ധതികൾ, 5 പദ്ധതികൾ ആവിഷ്കരിച്ചത്. അപ്പം ഇത് ആവിഷ്കരിച്ചിട്ട് പോയിട്ട് ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് കൈയൊഴിഞ്ഞ് പോകാനാണോ സർക്കാർ ശ്രമിക്കുന്നത്? അത് അങ്ങേയറ്റത് വിഡ്ഢിതമാകും കേട്ടോ. കാരണം ആദ്യം മോഡിഫിക്കേഷനിൽ തുടങ്ങാം. എന്തിനായിരുന്നു മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കാത്ത കാര്യത്തെക്കുറിച്ച് കുട്ടികളോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന വാക്ക് കൊടുത്ത മുഖ്യമന്ത്രിക്കും അറിയാം, അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവിനും അറിയാമായിരുന്നു ഇത് കേന്ദ്ര നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്നും ഒരു കാരണവശാലും സംസ്ഥാന സർക്കാർ തലകുത്തി നിന്നാൽ പോലും, അത് കൺകറന്റ് ലിസ്റ്റും അല്ല, അപ്പോൾ തലകുത്തി നിന്നാൽ പോലും ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ള കാര്യവും VD സതീശൻ എന്ന് പറയുന്ന നേതാവിന് അന്ന് അറിയാമായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് പിന്നെ കുട്ടികളെ അല്ലെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാരെ ഒന്നടങ്കം വെറും പൊട്ടന്മാരാക്കി മാറ്റിയത്? പൊട്ടന്മാരാക്കുന്ന സമീപനമല്ലേ ഞങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്തു തരാം എന്ന് പറയുന്നത്. എന്നിട്ട് 18 ലിസ്റ്റ് കൊടുത്തു വിട്ടില്ലേ? ഈ 18 ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വാഹനം കേരളത്തിൽ കാണിച്ചു തരാൻ കഴിയുമോ? അതായത് സീറ്റ് കവർ ഇല്ലാത്തൊരു വണ്ടി ഇന്ന് നിരത്തിൽ ഓടുന്നുണ്ടോ? ഒരു സാധാരണക്കാരൻ്റെ കാറിൽ പോലും ഉണ്ടെന്നേ സീറ്റ് കവർ. വിനയിൽ ഫ്ലോർ മാറ്റ് ഒട്ടിക്കാത്ത ഏതെങ്കിലും ഒരു കാറുണ്ടോ? ഈ ക്രോം ഗാർണിഷ് ഇല്ലാതെ ഏതെങ്കിലും ഒരു കാറുണ്ടോ ഇന്ന് പുതിയ തലമുറയിൽപ്പെട്ട കാറുകളിൽ? ഒരു സ്റ്റീരിയോ ഇല്ലാത്ത ഏതെങ്കിലും കാറുകളുണ്ടോ? അത് എത്ര കാലമായി സ്റ്റീരിയോ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടായിട്ട്? എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള വാഹനങ്ങളിൽ പോലും ചെറിയ കാസറ്റ് ഇടുന്ന സ്റ്റീരിയോകളുണ്ടായിരുന്നു. അന്നാണ് കാർ സ്റ്റീരിയോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു പേര് തന്നെ ഉണ്ടായിരുന്നത്. ഇന്നതൊക്കെ മാറി ഡിസ്പ്ലേ എന്നൊക്കെ ആയി, അല്ലെ? ആൻഡ്രോയിഡ് സെറ്റ് എന്നൊക്കെ മാറ്റം വന്നു, അതൊക്കെ ഉണ്ടായി. റിവേഴ്സ് ക്യാമറ, അതൊക്കെ എത്രയോ കാലത്തിന് മുമ്പ് കാറുകളിൽ ഒരു ഫീച്ചറായിട്ട് വന്നു തുടങ്ങി, റിവേഴ്സ് ക്യാമറ അടക്കം. പിന്നെ എങ്ങനെയാണ് അത് മോഡിഫിക്കേഷനായി മാറുക? പാർക്കിംഗ് സെൻസറുകൾ എങ്ങനെയാണ് മോഡിഫിക്കേഷനായിട്ട് മാറുക? അപ്പോൾ പിന്നെ എന്തർത്ഥത്തിലാണ് അന്ന് ഈ പറയുന്ന ചെറുപ്പക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് കോക്കിരി കാണിച്ചുകൊണ്ട് ഈ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങളതങ്ങ് നടപ്പിലാക്കി തരുമെന്ന്? വാക്ക് പറഞ്ഞാൽ അത് വാക്ക് തന്നെ ആയിരിക്കുമെന്ന് എന്തിനാണ് ചെറുപ്പക്കാരോട് പറഞ്ഞത്? ഇങ്ങനെ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? എന്നിട്ട് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത് അത് ഞങ്ങളങ്ങ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ കാര്യമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് CP ജോൺ സാർ അങ്ങ് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ചിരി സത്യത്തിൽ ചെന്ന് കൊള്ളുന്നതെന്ന് പറയാം, ഈ പറയുന്ന നിങ്ങളെ ഞങ്ങൾ വിഡ്ഢികളാക്കിയേ എന്ന് പറയുന്ന ചിരിയല്ലേ ആ ചിരി? അങ്ങനെയേ തോന്നുന്നുള്ളൂ. ഇതാ ഇപ്പോൾ പറയുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരമുള്ള ബസ് യാത്ര ജൂൺ മാസം 15, അതായത് ഈ മാസം 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യം. 23 ലക്ഷം ആൾക്കാരാണ് പ്രതിദിനം നമ്മുടെ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത്. അതിൽ 12 ലക്ഷത്തോളം വരും സ്ത്രീ യാത്രക്കാർ. എന്ന് വെച്ചാൽ പകുതിയിൽ കൂടുതൽ ആളുകൾ സ്ത്രീകളാണ് ഉള്ളത്. അപ്പോൾ ഇവരെ എങ്ങനെ മാനേജ് ചെയ്യും? ഇനിയിപ്പോൾ തൽക്കാലം പറയും ഞങ്ങൾ 100 ദിവസത്തേക്കൊരു പ്രാരംഭഘട്ടത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുമെന്ന് പറയുന്നു. നല്ല കാര്യം, നടത്തിക്കോളൂ. എന്നിട്ട് ബസ്സുകളില്ല. 2000-ഓളം ബസ്സുകളെ സംസ്ഥാനത്തിനകത്ത് നിന്ന് ഇപ്പോൾ കണ്ടം ചെയ്യാൻ പോവുകയാണ്. 15 വർഷം കഴിയുന്നു. കേന്ദ്ര സർക്കാർ ഇനിയും പറഞ്ഞു ഇനി അത് ഓടിക്കേണ്ട, ബസ് റൂട്ടിൽ ഓടിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 2000-ഓളം ബസ്സുകൾ തിരിച്ച് കയറാൻ പോവാണ്, കണ്ടം ചെയ്ത് പോവും. ഒന്നുകിൽ ലേലത്തിൽ പോലെ വേറെ ആരെങ്കിലും കൈ പോവും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇനി എന്താ, വടക്കൻ ജില്ലകളിലേക്ക് 500-ലധികം ബസ്സുകൾ വാടകയ്ക്ക് എടുക്കുന്നു, സ്വകാര്യ ബസ്സുകൾ. അപ്പോൾ ഒരു ദിവസം സ്വകാര്യ ബസ്സിന്, അതും വടക്കൻ ജില്ലകളിൽ ഓടുന്ന സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഒരു ദിവസം ട്രിപ്പ് കളക്ഷൻ കിട്ടുന്നതാണ്. ആ കളക്ഷനും അതിൻ്റെ ഇരട്ടി തുക കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന പ്രൈവറ്റ് ബസ് ഇനി പുറത്തേക്ക് വിടുകയുള്ളൂ. അതായത് KSRTCക്ക് പിന്നെ വാടകയ്ക്ക് കിട്ടുകയുള്ളൂ. അതായത് നിലവിൽ ഒരു ബസ് KSRTCയുടെ ഒരു ഓർഡിനറി ബസ് ഓടുന്നതിനേക്കാൾ ചെലവ് സാധാരണഗതിയിൽ പുറത്ത് നിന്ന് പ്രൈവറ്റ് ബസ് വാടകയ്ക്കെടുത്ത് ഓടുമ്പോൾ ഉണ്ടാകുമെന്ന് സ്വാഭാവികം. ഏകദേശം 10-70 കോടി രൂപയോളം ചിലവാകുന്ന പദ്ധതിയായി മാറും അത്. ഇതിനൊക്കെ എവിടെ നിന്ന് പണം കണ്ടെത്തും? എവിടെ നിന്നാണ് പണം കണ്ടെത്തുക?
ഇവിടെ പിന്നെ ധവളപത്രം കൊണ്ടുവന്നതനുസരിച്ച് ഏതാണ്ട് 1500 കോടി രൂപ നഷ്ടത്തിലാണ് KSRTC എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംവിധാനത്തിനകത്ത് ഇനിയും 10-70 കോടി രൂപ എവിടെ നിന്നെടുത്തിട്ട് മുടക്കാനാണ്? അങ്ങനെ മുടക്കിക്കഴിഞ്ഞാൽ എന്ത് പ്രയോജനമുണ്ട്? ഒരു പ്രയോജനവുമില്ല. ഇനി അവരോട് ഈ പറയുന്ന ആൾക്കാരോട് എന്താണ് പറഞ്ഞിരുന്നത്? ഇവിടുന്ന് നോട്ടീസും പിന്നെ അതോടൊപ്പം തന്നെ ലഘുലേഖയും കൊടുത്ത് പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർത്ഥയാത്ര വരെ പോകാം, വിനോദയാത്രയ്ക്ക് പോകാം. ഇതൊക്കെയല്ലേ നിങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ പിന്നെ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്നത്. ഈ ഓർഡിനറി ബസ്സിൽ സൗജന്യമാക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ കേരളത്തിലുള്ള ഗുരുവായൂരോ പിന്നെ എവിടെയെങ്കിലും ഈ പറഞ്ഞ ക്ഷേത്രം നിൽക്കുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് മാത്രമല്ലേ ഇവിടെ സൗജന്യമായി ഈ ക്ഷേത്രങ്ങളിലേക്ക് പിന്നെ തീർത്ഥയാത്രയ്ക്ക് എത്താൻ കഴിയൂ? വിനോദസഞ്ചാര മേഖലകളുള്ള പ്രദേശത്തിൻ്റെ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർക്കല്ലേ സൗജന്യമായി ആ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് എത്താൻ കഴിയൂ? അല്ലാതെ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ പറയുന്ന തിരുവനന്തപുരത്ത് കിടക്കുന്ന ഒരാൾക്ക് ഗുരുവായൂരിൽ സൗജന്യമായി ബസ്സിനകത്ത് യാത്ര ചെയ്ത് സന്ദർശനത്തിന് പോകാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയല്ലേ? പിന്നെ എന്തിനായിരുന്നു അന്ന് ഈ കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചത്? ആകില്ലായിരുന്നു. ഇതൊന്നും നടപ്പിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത് എന്ന് കൃത്യമായി അറിയാമല്ലോ. ധവളപത്രം വന്ന സ്ഥിതിക്ക് അതെങ്കിലും മനസ്സിലാക്കാമായിരുന്നല്ലോ. ഇതിനിടയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ചെറിയ വീഡിയോ ഇവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു UDF. അത് കാണുമ്പം ബഹുചിരി വരും നമുക്ക്. രണ്ടുപേര് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരിയും ഒരു വൃദ്ധയായ ഒരു സ്ത്രീയും, അവർ രണ്ടുപേരും ഒരു വയോധിക, അവർ രണ്ടുപേരുടെ ബസ്സിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് കണ്ടക്ടർ വരുന്ന സമയത്ത് ആ പാവപ്പെട്ട ആ വയോധികയായ ബസ്സിൽ നിന്ന് പൈസ എടുക്കുന്നു. അന്നേരം പറയാം, നമുക്ക് ഇന്ദിരാ ഗ്യാരണ്ടി ഉണ്ടല്ലോ, നമുക്ക് ഇന്നും ബസ്സിൽ സൗജന്യ യാത്ര പോവാം. ഈ ഇന്ദിരാ ഗ്യാരണ്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഉണ്ടായിട്ടില്ല അല്ലേ? അതോടൊപ്പം പിന്നീട് ഈ പറയുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഒരു ഹോട്ടലിൽ കഴിക്കാൻ കയറുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചോദിക്കും, ഇതൊക്കെ വാങ്ങി കഴിക്കാൻ നമ്മുടെ കയ്യിൽ കാശുണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അപ്പവും പറയാം, നമുക്ക് ഇന്ദിരാ ഗ്യാരണ്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നുണ്ട്. എന്താണെന്നല്ലേ, ഇപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 ആക്കും എന്നായിരുന്നല്ലോ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിരുന്നത്. പിന്നെ ഈദ് കഴിയുന്ന സമയത്ത് പോലും 2000 രൂപ മര്യാദയ്ക്ക് നമ്മുടെ നാട്ടിലുള്ള സുരക്ഷാ പെൻഷൻ മേടിക്കുന്നവർക്ക് കിട്ടിയിട്ടില്ല. വാസ്തവമല്ലേ? വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സ്റ്റൈപ്പൻഡ് എവിടെയാണ് അത്? ആ ഇന്ദിരാ ഗ്യാരണ്ടി എവിടെ? കുട്ടി അച്ഛനുമായി ചേർന്നിട്ടൊരു പുസ്തകം മേടിക്കാനായിട്ട് കയറുന്നു. പുസ്തകം മേടിച്ച് കഴിയുമ്പോൾ അച്ഛൻ പൈസ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് പറയണം, വേണ്ട ഇന്ദിരാ ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 1000 രൂപ എടുത്ത് കൊടുക്കുന്നു. എവിടെ 1000 രൂപ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ ഏതെങ്കിലും കുട്ടികൾക്ക്? ഓരോരുത്തരും അവരുടെ പണിസ്ഥലത്ത് ബോസാണ്. കാര്യം സ്റ്റാർട്ടപ്പുകൾക്ക് 5 ലക്ഷം രൂപ ആണ്ട് സബ്സിഡിയോട് കൂടി കൊടുക്കുന്നുണ്ടെന്നുണ്ട്. കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കേണ്ട പദ്ധതികളാണ്, പണം അങ്ങോട്ട് കൊടുക്കേണ്ട പദ്ധതികളാണ്. ഇവിടുത്തെ ആശാ വർക്കർമാർക്ക് 21,000 കിട്ടിയോ? ഇല്ല, അവർക്ക് 21,000 കിട്ടിയിട്ടില്ല. പക്ഷേ എന്തായിരുന്നു അവർ കൊടുത്ത പ്രോമിസ്? 21,000 ആക്കും. 21,000 ആയിട്ടില്ല, 3000 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വെറും 12,000 രൂപയിലേക്ക് മാത്രം എത്തി. ആ 12,000-ൻ്റെ 1ഉം 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പിന്നെ മുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം തൈരിന് 10 രൂപ കൂടി, പാലിന് 4 രൂപ കൂടി, വിലവർദ്ധനവിൻ്റെ ഒരു പുതിയ യുഗം നമുക്ക് സമ്മാനിക്കുകയാണ്. അതാണ് പുതുയുഗം എന്ന് പറഞ്ഞത്. VD സതീശൻ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ച പുതിയ യാത്ര അതാണെന്ന് തോന്നുന്നു. സർവ്വമാന ഐറ്റംസിന് വില കൂടുന്നു. എന്നാൽ പെട്രോൾ ഡീസൽ വില വർദ്ധനവിന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ് ന്യായത്തിൻ്റെ ഉൾട്ടയടിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് 4000 കോടി എന്തോ കഴിഞ്ഞ സർക്കാരിന് കിട്ടിയെന്നാണ് പറഞ്ഞത്. ഒന്നുമില്ല, ആകെ 700 കോടി രൂപയാണ് അധിക വരുമാനമായി ആ സമയത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അധിക വരുമാനമായി സംസ്ഥാന സർക്കാരിന് കിട്ടിയത്. നിയമസഭാ രേഖയുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്പീക്കർ ചോദിച്ച ചോദ്യത്തിന് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞ മറുപടി ഇതാ ഇപ്പോഴുണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ടത്. അന്നും വില കുറച്ചിട്ടുണ്ടായിരുന്നു, നികുതി വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട്. മൊത്തം ഏതാണ്ട് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയുമായിട്ട് 700 കോടി രൂപ മാത്രമാണ് VD സതീശൻ പറഞ്ഞ കാലഘട്ടത്തിൽ ഇവിടെ ഇടത് സർക്കാരിൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു നുണ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ രീതിയിലെല്ലാം നോക്കുമ്പോൾ ഇവിടെ ഇന്ദിരാ ഗ്യാരണ്ടി 25 ലക്ഷം രൂപ ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞ എങ്ങനെയാണ് നടപ്പിലാക്കും? ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതുമായി ബന്ധപ്പെട്ടിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു മുന്നൊരുക്കവും നടന്നിട്ടില്ല. അതെങ്ങനെ നടപ്പിലാക്കുമെന്നതിനെക്കുറിച്ച് ഇതുവരെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നറിയില്ല. കാരണം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനം പനിക്കിടക്കയിലേക്ക് പോകുന്നു. ഷിഗല്ല എന്ന് പറയുന്ന ബാക്ടീരിയ കോഴിക്കോട്, വയനാട് മേഖലകളിൽ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്.
അപ്പോൾ ഈ പറയുന്ന ബാക്ടീരിയകളെ ചെറുക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിച്ചേ മതിയാവും. കാര്യം സർക്കാർ സംവിധാനം അനുസരിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞു തരാൻ ഇവിടെ ആരുമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. നമ്മൾ മലിനജലം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ല നമ്മളെ രക്ഷിക്കാൻ മുമ്പുണ്ടായിരുന്നത് പോലെ ഒരു സർക്കാർ സംവിധാനം ഇപ്പോൾ ഇവിടെ ഇല്ല. കാര്യം ഇവിടെ സർക്കാർ ആശുപത്രിയിലേക്ക് പബ്ലിക് അതായത് പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ള നിക്ഷേപം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് നമുക്കുള്ളതെന്ന് മറന്നു പോകരുത്. അപ്പോൾ ഈ പറയുന്ന ജോൺ സാറിൻ്റെ ചിരി എന്ന് പറഞ്ഞ വല്ലാത്ത ചിരിയായിപ്പോയി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മാസ് ഡയലോഗ് ഇതെല്ലാം പൊളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ദിരാ ഗ്യാരണ്ടി പോലും എങ്ങനെ നടപ്പിലാക്കണം എന്നൊരു ആശയവ്യക്തതയും ഇല്ലാത്തൊരു സർക്കാരായി ഇത് മാറിയോ എന്നാണ് ഇപ്പോഴത്തെ ഒരു സംശയം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.